മീൽ പ്രെപ്പിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഓഫീസിൽ പോകുമ്പം സ്നാക്ക് ചെയ്യാനായിട്ട് ഒരു കുക്കി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ അതിന് സെൽഫ് റൈസിങ് ഫ്ലവർ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ബേക്കിംഗ് സോഡ, ബട്ടർ, 2 എഗ്സ്, പിന്നെ ബ്രൗൺ ഷുഗർ എടുത്തിട്ടുണ്ട്. ഷുഗർ വേണ്ടവർക്ക് ഷുഗർ സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്യാം. ഞങ്ങൾ ഷുഗർ അവോയ്ഡ് ചെയ്യാൻ നോക്കുകയാണ്. പിന്നെ വാനില എസൻസ് ഉണ്ട് ആൻഡ് എ പിഞ്ച് ഓഫ് സോൾട്ടും ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം ഇതിലേക്ക് 2 കപ്സ് ഫ്ലവർ ആണ് ഞാൻ ഇടുന്നത്. ഏതാണ്ട് ഒരു കൈയളവിലാണ് കേട്ടോ ഞാനത് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ബട്ടർ ഇടണം. പിന്നെ ഇതിലേക്ക് ഒരു 1 കപ്പ് ഷുഗർ ഇടണം. അപ്പോൾ ഞാൻ ബ്രൗൺ ഷുഗർ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ 2 എഗ്സ് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു 2 ഡ്രോപ്പ് വാനില എക്സ്ട്രാക്റ്റും കേട്ടോ, പിഞ്ച് ഓഫ് സോൾട്ടും. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി ഇത് നമുക്ക് ഒരു ബ്ലെൻഡർ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഫോർ സം റീസൺ ബ്ലെൻഡർ വെച്ചിട്ട് ഞാൻ വിചാരിച്ച പോലെ അങ്ങോട്ട് ബ്ലെൻഡ് ആയില്ല കേട്ടോ. അപ്പോൾ ഞാൻ കൈ യൂസ് ചെയ്തിട്ടാണ് അത് പിന്നെ കുഴച്ചെടുത്തത്. അപ്പോൾ ഈ കുക്കിയുടെ ബാറ്റർ ഉണ്ടാക്കുന്ന സമയത്ത് കൺസിസ്റ്റൻസിയിൽ എവിടെയോ പാളിച്ച വന്ന പോലെ തോന്നി കേട്ടോ. അപ്പം കുറച്ച് ബട്ടർ ഒന്ന് ഞാൻ മെൽറ്റ് ചെയ്തിട്ട് ഈ ബാറ്ററിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് കുഴച്ച് കൊടുത്തപ്പം സംഭവം സെറ്റായി. ഇപ്പം കണ്ടോ, ഈ കൺസിസ്റ്റൻസി ശരിക്കും നമുക്ക് ഉരുട്ടിയെടുക്കുകയോ അതല്ലെങ്കിൽ ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്യാനുണ്ട്. അത് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ചിപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കോൾസിൻ്റെ ബ്രാൻഡാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഡവിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഡവ് നമ്മുടെ ഏതാണ്ട് സെറ്റായി കേട്ടോ. ഇനി നമുക്ക് പതുക്കെ അവൻ സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ എന്ത് ബേക്ക് ചെയ്യുകയാണെങ്കിലും നമ്മൾ അവൻ എപ്പോഴും പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ 190 ഡിഗ്രി സെൽഷ്യസിലാണ് ഒരു 10 മിനിറ്റാണ് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. അങ്ങനെ അവൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ നമ്മുടെ ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ബേക്കിംഗ് ട്രേയിൽ ഗ്രീസ് ചെയ്യുന്നതിന് പകരം ഞാൻ ബേക്കിംഗ് പേപ്പറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഡവ് ഒന്ന് ഒരു റൗണ്ട് പോലെ ഷേപ്പിലാക്കിയിട്ട് കൈ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ അത് ഏതാണ്ട് ഈ ഒരു ഷേപ്പിൽ വരും. അതൊരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ നമ്മുടെ ബേക്കിംഗ് ട്രേയിൽ വെച്ച് കൊടുക്കുക. അങ്ങനെ ഈ കുക്കി ഡവ് ഞാൻ അവനിലൊരു 10 മിനിറ്റാണ് വെച്ചത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 8 മിനിറ്റ് വെച്ചാൽ മതി, ധാരാളമാണ്. ബിക്കോസ് നമ്മൾ ഓൾറെഡി പ്രീ ഹീറ്റ് ചെയ്തതാണല്ലോ. അപ്പോൾ കുക്കീസൊക്കെ നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി മണമാണ് കേട്ടോ ഇതിന്. പ്രത്യേകിച്ച് ആ ചോക്ലേറ്റ് ചിപ്പ് ഇട്ടിട്ടുള്ള കാരണം അത് നല്ല മെൽറ്റായിട്ട് വരുന്നുണ്ട് നമ്മൾ വായിൽ വയ്ക്കുമ്പം. പിന്നെ ഇത് പ്രോപ്പറായിട്ട് കുക്കായിട്ടുണ്ടോയെന്ന് അറിയാനായിട്ട് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഞങ്ങൾ ഒന്ന് കുത്തി വെച്ച് നോക്കിയായിരുന്നു. അപ്പോൾ അതിലൊന്നും സ്റ്റിക്കി ആയിട്ട് വന്നില്ല. മീനിങ് ദാറ്റ് ഇത് പ്രോപ്പറായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ വൺസ് അതിൻ്റെ ചൂടൊന്ന് ആറിക്കഴിഞ്ഞാൽ അത് നമുക്കൊരു കുക്കി ജാറിലിട്ട് നല്ലപോലെ അടച്ചു വയ്ക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ യൂസ് ചെയ്യാം. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണിത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.